Now it's the right time to do the right things. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ വർക്കിന് പോകാൻ റെഡിയായി. ഞാൻ സ്കാർഫ് ഇടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ചിലപ്പോൾ മിക്കവാറും വൈകുന്നേരം ഞാൻ സ്കാർഫ് ഇടും. ഇപ്പം എന്തായാലും കയ്യിലെടുക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അത്ര തണുപ്പുണ്ടാവും. തണുപ്പാണെങ്കിൽ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. ഞാൻ ഈ ബൂട്ടാണ് ഇടാൻ പോകുന്നത്. ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മാറ്റി സമയമില്ല. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ യോഗട്ട് വേറെ എന്തോ ഒരു സാധനം ഞാൻ ഓടട്ടെ. ബൈ. പേടിക്കണ്ട, എൻ്റെ ഫോണൊന്നും പറ്റി കാണില്ല. എൻ്റെ ഫോൺ നോക്കിയുടെ ഗുണം ചെയ്യും. ഒരു OTT ആണ് ഞാനതിൽ ഉദ്ദേശിച്ചത്. എങ്ങനെ കീ എടുത്തു ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മറന്നു. ഞാൻ കൂലങ്കഷമായി ചിന്തിക്കുന്നത് സാധാരണ ആന്ധ്ര പോലെ ഇരിക്കുന്ന റബാത്ത് ഇന്ന് നല്ല പച്ചപ്പും ഹരിതാപമായിട്ടിരിക്കുന്നുണ്ട്. വിൻ്ററിൻ്റെ ഗുണം ഇതെപ്പോഴും കാണാറില്ല. ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് മിനിറ്റായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ പറ്റില്ല. പിന്നെ കാണാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഓൾമോസ്റ്റ് എത്താറായി. വീഡിയോസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ വിട്ടുപോകും. വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ വിട്ടു. പിന്നെ എനിക്ക് ഇതുപോലെ സംസാരിച്ച് നടക്കണത് അത്ര യൂസ്ഡ് ആയിട്ടില്ല. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും എത്തുന്നത്. വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ജോലി നിർത്തി നാട്ടിൽ വരേണ്ടി വരും. അപ്പോൾ അതുണ്ട്. പിന്നെ ഏകദേശം എത്താറായി. ഒരു 6 മിനിറ്റ് വോക്കുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. ഇവൻതോ ഞാൻ എല്ലാ സാധനങ്ങളും എടുക്കുമെങ്കിലും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. കാരണം വെക്കേഷൻ മാക്സിമം വർക്ക് ചെയ്യാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഞാൻ കരുതി ഓക്കെ, നെക്സ്റ്റ് ടൈം വെക്കേഷൻ ആകുമ്പോൾ വീഡിയോ എടുക്കാം, എന്നിട്ട് സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്യാം. അപ്പം തന്നെ എഡിറ്റ് ചെയ്യണ്ട. വിൻ്ററിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷെ സമ്മറിൽ നമുക്ക് എപ്പോഴും വർക്കോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, നമ്മൾ പുറത്തൊക്കെ പോകുമല്ലോ, നമുക്ക് ഒന്നും സമയം കിട്ടില്ല. ഞാനിനി അതും ചെയ്യണം കരുതുന്നുണ്ട്. ഇനി ട്രാവൽ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. ഞാൻ മിക്കവാറും ആ മൊമെൻറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. ഒരു ഫുൾ ടൈം ജോലി ഉണ്ടായിട്ടും ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒടുക്കത്തെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം നിങ്ങളിത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് സീരിയസ്ലി അറിയില്ല. അപ്പോൾ എന്തായാലും ജോലിക്ക് കയറാണ്. വൈകുന്നേരം കാണാം. ബൈ. ഇത് ഞാൻ നല്ല ഹെൽത്തി ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നേപ്പാളി ഫുഡ് കഴിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഫുഡ് അങ്ങോട്ട് ചവിട്ടി. ഇത് ഇന്നത്തെ രാത്രിത്തെ ലഞ്ച്. വർക്ക് കഴിഞ്ഞു, ഇറങ്ങി. വലിയ തണുപ്പില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. വീഡിയോ എടുത്താനുള്ള പ്രശ്നത ഞാൻ ബുഷ് എടുക്കാൻ മറന്നുപോയി. ഞാൻ വർക്കിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നാണ് കരുതിയത്. പക്ഷെ ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യണ കിഡ്സിന്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇവിടെ മിക്ക വീട്ടിലും ഡെക്കോറും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഈ നമുക്ക്
ഭയങ്കര അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെൻഡ് മെഷീൻ ഉണ്ട്. മിഠായി, എനർജി ഡ്രിങ്ക്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും. ഞാൻ കരുതി വേണ്ട. ഇനിയിപ്പോൾ ബസ് എനിക്ക് തോന്നണു ഇപ്പം എത്തും. അപ്പം അധികം സമയമായിട്ടില്ല. പക്ഷേ നല്ല കാറ്റ്, ഇന്നലത്തെ അത്രയും കാറ്റില്ല. പിന്നെ എന്താ പറയാനുള്ളത്, വിൻ്ററിൽ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്കങ്ങനെ തണുപ്പുണ്ട്, കാറ്റുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്തെത്തി. 5:30-5:45 പക്ഷെ നല്ല തണുപ്പുണ്ട്. രാത്രി ആയവല്ലേ. ഇത് ഇടയ്ക്ക് വെച്ച് ഞാൻ എടുത്ത് കഴുത്തിൽ ചുറ്റിയതാണ്, കാരണം തണുപ്പ് കാരണം. എൻ്റെ ഒരു ഹോണസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും, അല്ല എപ്പോഴത്തെയും പോലെ. പക്ഷെ അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ, ഞാൻ ജോലിക്ക് പോകും. ചില ദിവസങ്ങളിൽ മാത്രം, ഇപ്പോൾ ഷോപ്പ് ചെയ്യാനുള്ള ദിവസങ്ങളിൽ മാത്രം ഷോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ജോലിക്ക് പോവുക, വരിക, കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, ഫുഡ് ഉണ്ടാക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് റെയർലി സമ്മറിന് ഇതെല്ലാം കിട്ടേണ്ട. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം ഫുഡ്. ഇങ്ങനെ ഈ വർഷം ഞാൻ എൻ്റെ മുടി ചുമ്മാ വെറുതെ ഇട്ടേക്കാണ്. അതിപ്പോൾ ഞാൻ കളർ അടിക്കാറുണ്ട്, ഹെയർ കളറ്. എനിക്കതും ഇഷ്ടമാണ്. പക്ഷേ ഈ ഇയർ ഞാൻ ചുമ്മാ ജെറ്റ് ബ്ലാക്ക് ആസിറ്റസ് വിടാമെന്ന് കരുതി. ലൈഫ് മൊത്തത്തിൽ ഒരു ക്വിക്ക് പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ അടുത്തൊരു ക്യാമറ വാങ്ങിച്ചായിരുന്നു. ആ ക്യാമറ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ലൈക്ക് ഒരു സംഭവം നടക്കുമ്പോൾ എനിക്ക് ആ ക്യാമറ എടുത്ത് ഓണാക്കി ലാഗായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഫോണിൽ തന്നെ ചെയ്യാം, പിന്നീട് ക്യാമറയായിട്ട് കംഫർട്ടബിൾ ആകുമ്പോൾ ക്യാമറയിലോട്ട് ചെയ്യാം. അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ കുറേ നാൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി ഷോപ്പ് ചെയ്യണില്ല. ഞാൻ ആകെ വീക്കിലി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഞാൻ മീൽ പ്രെപ്പ് വീഡിയോസ് ചെയ്യാം. അത് ഞാനിപ്പോൾ നല്ല പക്കയായിട്ട്, ആക്ച്വലി സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ബെറ്ററായി വരുന്നുണ്ട്. ഇനിയും ബെറ്റർ ആക്കണം. കാരണം നേരത്തെ ഉള്ള റേറ്റ് അല്ല, നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. ചെറിയ സെൻറ്റൊക്കെ ആയിരിക്കും മാറിയിരിക്കുന്നത്, പക്ഷേ നമ്മൾ ടോട്ടൽ ബില്ല് വരുമ്പോൾ അതിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ജീവിതത്തിൽ കരുതിയില്ല. ബട്ട് സ്റ്റിൽ. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങും. നാളെ ഞാൻ പറ്റുമെങ്കിൽ മേക്കപ്പ് വീഡിയോ ഇടാം. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മേക്കപ്പ് വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതി നേരത്തെ എണീക്കണം എന്നൊക്കെ കരുതും. പക്ഷേ ഈ തണുപ്പത്ത് എണീറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് കൂടി എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സ്നൂസ് ചെയ്തിരിക്കും അലാറം. ലാസ്റ്റ് മിനിറ്റിൽ എണീറ്റ് റെഡി ആവണതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമല്ലോ. പക്ഷെ നാളെ ഞാൻ എന്തായാലും നോക്കാം, നാളെ വീഡിയോ ഇടുവാണെങ്കിൽ. ഗൈസ്, താങ്ക് യു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഒരു കമൻറ്റ് കണ്ടു, ഒരു പുള്ളിക്കാരത്തി ഇട്ടേക്കുന്നത്. പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതൊരു ഒരു പ്രചോദനമായി. വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഇങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര മടിയിലേക്ക്, തണുപ്പത്ത് ഞാൻ ഇനി ഒന്നുകൂടെ പുറത്തിറങ്ങണതും മടി. പക്ഷെ ഞാൻ എന്തായാലും ഒരു ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഞാനിങ്ങനെ ഇനി ഡെയിലി വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ ഇനിയും വീഡിയോ ചെയ്യാം. സോ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാമെന്ന് കരുതി. ഇനി അതായിട്ട് കുറക്കണ്ട. ഞാൻ സെയിം ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കൊറിയൻ സ്കിൻ കെയർ വൈറലായ ടൈമിൽ വൈറലായ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സ്കിൻ കെയറിലോട്ട് ഞാൻ കുറച്ച് നാൾ സ്വിച്ച് ചെയ്തായിരുന്നു. ഞാൻ ഉപയോഗിച്ചു. എനിക്കറിയാം എനിക്ക് എൻ്റെ സംഭവം യൂസ് ചെയ്താൽ മതിയെന്ന്. പക്ഷെ ഇത് എനിക്ക് സാധാരണ ബേബി ഓയിൽ യൂസ് ചെയ്താൽ മതി ഇതൊക്കെ ഇളക്കി കളയാൻ.
പക്ഷെ ഇത് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡേർട്ടൊക്കെ പോകുമെന്ന് പറയുന്നു. സ്കിൻ കെയർ ഞാനിപ്പോൾ ഒരു പോളിഷ് അണ്ടർ ഐ ക്രീമും ഒരു ഫേസ് ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാരൻ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ സിസ്റ്ററിനെ പോലെയാണ്. ലൈക്ക് എനിക്കൊരു എൽഡർ സിസ്റ്റർ ഇല്ല. അപ്പോൾ അതുപോലെയാണ് പുള്ളിക്കാരത്തി മെലീനിയലാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ പുള്ളിക്കാരത്തിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടും. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ കോംപ്ലിമെൻ്റ് ചെയ്യാൻ മടിയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സാധനങ്ങൾ പുള്ളിക്കാരത്തി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കാണിച്ച ബൂട്ട്സ് ഒക്കെ പുള്ളിക്കാരത്തി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പുള്ളിക്കാരത്തി എനിക്ക് അവിടുത്തെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള നല്ല സ്കിൻ കെയർ എന്ന് പറഞ്ഞ് തന്ന ഒരു ക്രീമും അണ്ടർ ഐ ക്രീമും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സ്കിന്ന് ഓൾറെഡി ബെറ്റർ ആകും. ഇപ്പോൾ ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഈ ഒരു ഫേസ് ക്രീമും ഈ ഒരു അണ്ടർ ഐ ക്രീമും. ഇതിൻ്റെ പാക്കേജിങ് ഒരു രക്ഷയില്ല, കിടിലനാണ്. സി ഞാൻ പറഞ്ഞ